എനിക്ക് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ജസ്റ്റ് ഒന്ന് നടക്കണം. ഗായ്സ് നമ്മൾ കയാക്കിങ് കയറി, ബാക്കിൽ ഒരാൾ ഭയങ്കര തുഴ. ഗൈസ് അപ്പോൾ നമ്മൾ റൂമിൽ നമ്മുടെ ചെറിയ ബാഗും സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട്, അപ്പോൾ മൊട്ടക്കുന്നെന്നും പറഞ്ഞിട്ടൊരു സ്പോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. അതാണ് കേട്ടോ സ്പോട്ട്. അവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. ഒരു മൊട്ടക്കുന്ന് പേര് പോലെ തന്നെ തോന്നുന്നു. അത്യാവശ്യം കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് കീ ചെയിനും തൊപ്പി. ഇത്രയും വലുത് വേണോ? കുറച്ചുകൂടെ ചെറുത് പോരെ? നോക്ക് ആണ്ട് ആ സൈസ് നോക്ക്, ഏതാണ് നോക്ക്, നല്ല നോക്ക്. കുറച്ച് പാവ, തൊപ്പി, ദേവ് ഒരു തൊപ്പി നോക്കുകയാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്, കഴിക്കാനുള്ളതും. ആ സൈസ് മതി. വലുത് വേണോ? എങ്കിൽ വലുതെടുക്ക്. 120. കൈസ് ഇപ്പോൾ അവളൊരു തൊപ്പി എടുത്ത്, കുറേ നാളുണ്ട് തൊപ്പി എന്ന് പറഞ്ഞ് കിടക്കുന്ന കേട്ടോ. ഒരു തൊപ്പി എടുത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടംപോലെ കച്ചവടം ഉണ്ട് കേട്ടോ ഇവിടെ. സൺഗ്ലാസ് എന്തൊക്കെ ഇരിക്കണമെന്ന് പറയാനാണ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കഴിക്കാനുള്ള മാങ്ങ, നെല്ലിക്ക, പാവ, തൊപ്പി, വെള്ളം. ഭയങ്കര തിരക്ക്. കൊള്ളാടേ. ഫുഡ് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. മറ്റേ തേയില, ചോക്ലേറ്റ്. നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഉള്ള എല്ലാ ഐറ്റംസും ഇവിടെയും കിട്ടും. നമ്മുടെ വാഴയ്ക്കപ്പം എങ്ങനെയുണ്ട് വെച്ചിട്ട്? കൊള്ളാം. ഫോട്ടോ എടുത്ത് നോക്കുക, അപ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഇഷ്ടംപോലെ കടയുണ്ട് കേട്ടോ. കൈസ് അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കയറാനായിട്ട് എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അഡൽട്ട് ഒരാൾക്ക് 25 രൂപ ആയിട്ടുണ്ട് അവരത്. അപ്പോൾ ദേവത ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ചാർജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കൈസ് അപ്പോൾ നമ്മൾ അകത്ത് കയറി. ഇവിടെ മൊട്ടക്കുന്നെന്ന് പേര് പോലെ തന്നെ മൊട്ടക്കുന്നാണ്. പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നും കാണാനൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സൈക്ലിങ്ങും കയാക്കിങ്ങാ. ഇങ്ങോട്ട് കയറി നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് കുന്നുണ്ട് കേട്ടോ. അടുപ്പിച്ച് ഇഷ്ടംപോലെ കുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു കുന്ന് കയറാൻ നമ്മൾ തീരുമാനിച്ച് അതേ ബാക്കിൽ ഈ കാണുന്ന കുന്ന് കേട്ടോ. ഇതുപോലെ ഇഷ്ടംപോലെ കുന്നുണ്ട്. വാ എടുത്തേരാം. അപ്പോൾ നമ്മൾ ചെറിയൊരു മലയല്ല ഇപ്പം നിൽക്കുന്ന അത്യാവശ്യം നല്ല ഹൈറ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഹൈറ്റിലുള്ള ഇഷ്ടംപോലെ കുന്നുകളുണ്ട്. ഗ്രൂപ്പ് ഓഫ് കുന്നുകളാണ് ഉള്ളത്. അപ്പോൾ അതിലൊരു കുന്നിലാണ് ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത്. നല്ല ക്രൗഡുണ്ട്. അത്യാവശ്യമല്ല ഇഷ്ടംപോലെ ക്രൗഡുണ്ട്. പിന്നെ ഒരുപാട് സമയം പോകാനായിട്ട് ഇഷ്ടംപോലെ റൈഡുകളും അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. താഴെ വേറെ സെറ്റപ്പ് ഉണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ താഴെയായിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു വെള്ളം നിറച്ചേക്കുവാണെന്ന് തോന്നുന്നു. കൊച്ചു പിള്ളേർക്ക് തുഴഞ്ഞൊക്കെ പോകാൻ പറ്റും കേട്ടോ. അത് ചെറിയൊരു പൂള് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, കൊച്ചു പിള്ളേർക്ക് കേട്ടോ. ഓക്കെ. ഗൈസ് അപ്പോൾ നമ്മൾ ആ ഒരു മലയിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ താഴോട്ടൊരു മല വരാൻ നേരത്ത് താഴെ നല്ല കിട്ടില്ല വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ. ഇത് മൊട്ടക്കുന്നെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല വൈബ് സ്ഥലം. വെയിലില്ലാത്തതുകൊണ്ട് കൊള്ളാം കേട്ടോ. വെയിലുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ കടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഞ്ഞും ഉള്ള ആ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല വൈബായിരിക്കും ഇവിടെ നിന്ന് കാണാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ മറ്റേ സ്ഥലം സെറ്റ്. ഗൈസ് അപ്പോൾ ഇവിടെ കയാക്കിങ് നടക്കുവാണ് കേട്ടോ. അവൻ്റെ സെറ്റപ്പ് അവർക്ക് അതിൽ കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പോകും. എനിക്കാണെങ്കിൽ വയ്യ കേട്ടോ. പിന്നെ ഒറ്റയ്ക്കൂടെ ഇങ്ങനെ വിചാരിച്ചിട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. എത്ര ടിക്കറ്റ് എന്നൊന്നും അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കയാക്കിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. ജസ്റ്റ് ശരി, ലൈഫ് ജാക്കറ്റ് ഇടണം. ഇട്ടിട്ട് കാണാം. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ 2 കയ്യിലും മറ്റേ സംഭവം വെച്ച് തുഴയേണ്ട സെറ്റപ്പാണ് കേട്ടോ. നോക്കട്ടെ ഗായ്സ്, നമ്മൾ കയാക്കിങ് കയറി.
ബാക്കിൽ ഒരാൾ ഭയങ്കര തുഴ. പിള്ളേഴ്സിനായിട്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കണം കേട്ടോ. പെടലി കണക്കി ഇരിക്കണം. മീശോ നല്ല പെടലി കണക്കി ഇരിക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം തുഴാതിരിക്കണം. എടാ വണ്ടി കൂട്ടിയിടിക്കല്ലേ, വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി വിട്. അതെ ബാക്കിൽ അവളെ കൊണ്ട് തുഴയുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. രണ്ടുപേര് തുഴഞ്ഞാൽ നല്ല രീതിക്ക് നല്ല ഫോഴ്സിന് പോകത്തുള്ളൂ കേട്ടോ. പൈസ ഇപ്പോൾ ഒരാൾ തുഴയോ തുഴയോ നല്ല രസമുണ്ട് കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിൽ കയറുന്നത്. ആ ദേവനെ കൊണ്ടാണ് തുഴയിക്കണം. നമ്മൾ എന്താണ് ആണുങ്ങൾ തുഴയുന്ന പോലെ അല്ലല്ലോ അവർ തുഴയുന്ന. ഫോഴ്സ് കുറവാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവളുടെ അടുത്ത് തുഴയാൻ പറഞ്ഞു കേട്ടോ. ഒരുപാട് വീഡിയോ എടുക്കാൻ ഫോൺ കയ്യിൽ വെച്ച് സെറ്റ് ആവൂല. കാരണം ഫോൺ വെക്കാനായിട്ട് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല കേട്ടോ. ഗൈസ് ഇതിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹെവി റിസ്ക് ആണ്. ഒന്നീ ഫോൺ കയ്യിൽ നിന്ന് പോവും, അല്ലെങ്കിൽ തുഴയാൻ പറ്റില്ല, എവിടെയെങ്കിലും കിടക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. മതിയാടി സംഭവം കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ചെറിയ വെയിലുണ്ട് ഇത് ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ ഇനി എന്തായാലും കഴിഞ്ഞിട്ട് വരാൻ കേട്ടോ. കാരണം രണ്ടും കൂടെ നടക്കത്തില്ല. ഗൈസ് അപ്പോൾ നമ്മളെ കയാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് മടിച്ച് നിന്നെങ്കിൽ സംഭവം ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിൽ വെള്ളത്തിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട്. ഭയങ്കര തുഴയിലായിരുന്നു ആശാൻ കേട്ടോ. എന്നെ തുഴയിൽ പഠിപ്പിക്കുമായിരുന്നു. വലത്തോട്ട് പിടിക്കാൻ പറയുമ്പോൾ ഇടത്തോട്ട് പോവും, ഇടത്തോട്ട് പിടിക്കാൻ പറയുമ്പോൾ വലത്തോട്ട് പോവും. ഓ ഉവ്വ ഹലോ വഞ്ചി ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉവ്വ നമ്മൾ ട്രിവാൻഡ്രോടെ ഒരു കുളം പോലും ഇല്ലാത്ത രാജ്യത്തുനിന്ന് വന്നതാണ്. ട്രിവാൻഡ്രത്തില്ലാത്ത ഒന്നും ഇല്ലടെ. ആദ്യം ജസ്റ്റ് ഒന്ന് മടിച്ച് നിന്നെങ്കിലും സംഭവം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകും. നമ്മൾ ഫുഡ് കഴിച്ചില്ല. സൈക്ലിംഗ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എൻ്റെ ബാക്കിലാ കാണുന്ന ചെറിയ ടവർ ഉണ്ടല്ലോ, അത് നമ്മൾ എന്നിട്ട് തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് മറ്റേ കേബിളിൽ കൂടെ സൈക്കിൾ പോകില്ല, ആ സെറ്റപ്പാണ് കേട്ടോ. അതിലൊന്നും കയറുന്നില്ല. നമ്മൾ ഇത്തിരി അത്യാവശ്യം ടയേർഡാണ്. കാരണം ഫുഡ് കഴിച്ചില്ല. 2 മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം കേട്ടോ. പോവാം, ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എന്നെ ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ ഗൈസ് നമ്മൾ തേയിലത്തോട്ടത്തിന് നടുക്കിങ്ങനെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കറങ്ങി അവസാനം നമുക്ക് തേയിലത്തോട്ടം, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ഒരുപാട് സ്ഥലത്ത് അവർ ഈ ഗേറ്റൊക്കെ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഗേറ്റ് വെച്ച് അടച്ച് ക്ലോസ് ചെയ്തേക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല. അത് നശിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ നമുക്ക് കുറച്ച് ഇവിടെ കിടന്ന് കറങ്ങി കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരമാണ്. ഇപ്പോൾ എത്ര മണിയാവും? ഒരു 5 മണിയൊക്കെ ആവട്ടെ. 4:30-5 മണി സമയമാവും. ജസ്റ്റ് നമ്മൾ വീണ്ടും വണ്ടിയും കൊണ്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം വീണ്ടും കണ്ടേട്ടോ. തേയിലത്തോട്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ വ്യൂ. അപ്പോൾ നിങ്ങൾ ബാ അതുകൊണ്ടിരിക്കട്ടെ, കുഴപ്പമില്ല. എൻ്റെ ഈ ബാക്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഈ ഒരു നെഞ്ചിൻ്റെയൊക്കെ ഹൈറ്റ് ഉണ്ട്. എനിക്ക് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ജസ്റ്റ് ഒന്ന് നടക്കണം. ക്ലൈമറ്റ് കോടയൊന്നുമില്ല, കാരണം നാട്ടിലിപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടമഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു മഴയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കേട്ടോ. പക്ഷേ കോടയും കാര്യങ്ങളൊന്നുമില്ല. തണുത്ത കാലാവസ്ഥയാണ്. നമ്മളെ അവിടെയൊക്കെ പോലത്തെ ട്രിവാൻഡ്രം പോലത്തെ എല്ലായിടവും ഇപ്പോൾ ചൂടാണ്. ഒരു ചൂടൊന്നുമില്ല, തണുത്ത കാറ്റും തണുത്ത ക്ലൈമറ്റും ആണ് കേട്ടോ. നമ്മൾ വിയർപ്പ് ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പക്ക വ്യൂ ആണ്. നല്ല തോട്ടത്തിൻ്റെ ഫുള്ള് നടുക്കാനായിട്ടാണ് നിൽക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പൈൻ വാലിയിലാണ് കേട്ടോ. അപ്പോൾ വാഗമണ്ണിൽ പറഞ്ഞ ഒരുവിധം എല്ലാവരും ഇവിടെ പൈൻ വാലിയിൽ വരാറുണ്ട്. കാരണം അത്യാവശ്യം നല്ല സ്പോട്ടാണ്. ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ഫിലിം സോങ്ങും ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 5-5:30 മണിയാവും കേട്ടോ. ഇരുട്ടിയൊക്കെ തുടങ്ങി, എന്നാലും കുഴപ്പമില്ല. അതേ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും മൊത്തം പൈൻ മരങ്ങളാണ്. അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കൊള്ളാം.